വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഉണന്നേ സെക്കൻഡ് ടേക്കാണ് കേസ്. തൃശയ്ക്ക് പെട്ടെന്നൊരു കുളി അല്ല തൃശ. ഇനി അവക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? റീൽസ് എടുക്കും. ഞാൻ റീൽസ് എടുക്കുമ്പോൾ അവൾ പഠിക്കും. കമ്പൈൻഡ് സ്റ്റഡി വെള്ളത്തിലാവോ? ആവോ ആവോ വെരി കോൺഫിഡൻറ്റ്. നാളെ ആകുമ്പോഴത്തേനും എല്ലാം കൂടെ 1 മണിക്കൂർ തീർക്കും. 10 മിനിറ്റ് കഴിപ്പ്, 10 മിനിറ്റ് പഠിത്തം, 10 മിനിറ്റ് ഉറക്കം. നാളെ ഇതേപോലെ സമയത്ത് എനിക്കൊന്നും അറിയാൻ പാടില്ല, അങ്ങനെയായിരിക്കും. എനിവേ നമുക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വിളിക്കാം. സോ മീൻസ് നമുക്ക് വീഡിയോ എടുക്കാം. നമ്മുടെ ഫ്രണ്ട് എല്ലാനായിട്ട് നമുക്ക് ക്ലാസ് വെച്ചിട്ടുണ്ട് 8:30. സോ സീ യു ദേർ. കേട്ടാ? അങ്ങനെ അവസാനം ഒരുപാട് കലാപരിപാടികൾക്ക് ശേഷം നമ്മളിത് പഠിക്കാനിരുന്നിട്ടുണ്ട്. ഇനി അല്പസമയം ഡിസ്ട്രാക്റ്റഡ് ആവാതിരുന്ന് പഠിക്കണം. ഈ ഒരുപാട് കാലം വർക്കാവാത്ത മിഷൻ പെട്ടെന്നൊരു ദിവസം വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ആ സ്റ്റേജിലൂടെ ആണ്. പഠിച്ച് ക്ഷീണിച്ചപ്പോൾ അമ്മ നല്ല ചൂട് ചപ്പാത്തിയും നല്ല സൂപ്പർ ചിക്കൻ കറിയും റെഡിയാക്കിയിട്ടുണ്ട്. തൃശ്ശയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വായിൽ കൂടെ വെള്ളം വരാനേ നേരമുള്ളൂ. ടേസ്റ്റ് കൊണ്ടും അതേപോലെ തന്നെ ഭയങ്കര സ്പൈസിയാണ് അവിടുത്തെ ഫുഡിനൊക്കെ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ ശബ്ദം എടുത്തിരിക്കുകയാണ്. ഇനി കുറേ അധിക സമയം നല്ല രീതിക്കിരുന്ന് പഠിക്കും. ഫോൺ നോക്കില്ല, അങ്ങനെ കുറേ ശബ്ദം ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഞാനും തൃശ്ശയും 2 തരത്തിൽ പഠിക്കുന്ന ആൾക്കാരാണ്. തൃശ്ശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം നല്ലപോലെ എടുത്ത് നന്നായിട്ട് പഠിക്കും. അതുകൊണ്ട് തന്നെ അവൾ പഠിക്കുന്ന ഒരു കാര്യം മറന്നു പോകാറില്ല. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ കുറച്ചധികം ടോപ്പിക്ക് എനിക്ക് കവർ ചെയ്യാൻ പറ്റും. സോ അത് ആ ഒരു എക്സാമിൻ്റെ ആ ടൈം മാത്രമേ ഓർമ്മ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു മറന്നു. അപ്പം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പഠിക്കുന്നത് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് തൃശ്ശ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് വേണം എനിക്ക് പഠിക്കാൻ. അവൾക്ക് ഞാൻ പഠിപ്പിച്ചാലേ മനസ്സിലാവുമല്ലോ. തലേദിവസം കിടന്ന് ഓട്ടമായിരിക്കില്ല എല്ലാവരും. സോ നാളെ കൂടി നമുക്ക് ടൈം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഇന്ന് നമുക്ക് മാക്സിമം ടൈം ഇരുന്ന് പഠിക്കാം, നാളെ നമുക്ക് നേരത്തെ കിടക്കാം. ബിക്കോസ് നമുക്ക് പിറ്റേ ദിവസം എക്സാം ഉള്ളതാണല്ലോ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പഠിച്ച് തീരാഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പഠിച്ച് വരുമ്പോഴത്തേനും കുറേ കവർ ചെയ്യാൻ വരുമ്പോഴത്തേക്കും നമുക്ക് കുറേ ടെൻഷൻ ഇങ്ങനെ വരത്തില്ല. എന്നാലും ഇടയ്ക്ക് റീൽസ് തോണ്ടാൻ പോകും. അങ്ങനെ നമ്മൾ ഒരുവിധം ഏകദേശം ഇങ്ങനെ പഠിച്ചിങ്ങനെ ടിക്കൊക്കെ ഇടുമല്ലോ. പഠിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ പഠിക്കണം എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ മെറ്റ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചോദിക്കും. പുള്ളിക്കാരി ഏകദേശം മോട്ടിവേഷണൽ സ്പീക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യും, നമ്മളെ ഭയങ്കര പോസിറ്റീവായിട്ട് വെക്കും. എന്നാൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ സ്റ്റഡീസിൻ്റെ സെർച്ച് ചെയ്യുമ്പോൾ കുഴിയിൽ വീണു എന്നുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി കുഴി വീണു എന്ന് മാത്രം പറയും, എങ്ങനെ വീണു എന്ന് പുള്ളി പറയത്തില്ല. അതിൻ്റെ ഒരു കുഴപ്പം അതാണ്. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് നമ്മളത് നോക്കി പഠിക്കാണ്ടിരിക്കുക. അങ്ങനെ ഏകദേശം പഠിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും 3:50 ആയി. പിന്നെ ഒന്നും നോക്കിയില്ല, കയറി കിടന്നു. ഈ രാവിലെ എഴുന്നേറ്റ ചായ കുടിക്കാണ്ട് ഇരിക്കാനേ പറ്റില്ല, അത്രയ്ക്ക് തലവേദനയായിരിക്കും. അപ്പം ചായയൊക്കെ കുടിച്ചിട്ട് ഇനി നമുക്ക് പഠിക്കാം. നാളെയാണ് നമുക്ക് എക്സാം. ഇന്നൊരൊറ്റ ദിവസമുള്ള എന്നുള്ള ബോധത്തോടുകൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം വേറൊന്നുമല്ല, അതിന് നമുക്ക് ടൈമില്ലായിരുന്നു. സോ നമ്മൾ രാവിലെ തന്നെ ആ ഒരൊറ്റ ബോധത്തോടു കൂടി നമ്മൾ നേരെ പഠിക്കാനിരുന്നു. ഒന്നും നോക്കിയില്ല, ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊക്കെ നോക്കാൻ. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്ക് ലഞ്ചായി. പിന്നെ ഒന്നും നോക്കിയില്ല, പോയിരുന്ന് കഴിച്ചു. നല്ല ചൂട് ചോറും അവിയലും സാമ്പാറും മുട്ടയൊക്കെ കൂട്ടി നല്ല ബലാശായിട്ട് നമ്മളൊരു ഫുഡും കഴിച്ചു. അതിനുശേഷം നമുക്ക് എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ടെൻഷനാണ്, ദൈവമേ
ദൈവമേ ഇനി എന്ത് ചെയ്യും, ഇപ്പം ഇനി കുറച്ച് സമയം കൊണ്ടുള്ളൂ. ഉച്ചയാകുമ്പോൾ വിചാരിക്കും വൈകുന്നേരം കൊണ്ട് എല്ലാം തീർക്കാൻ പറ്റും, വൈകുന്നേരം ആകുമ്പോൾ വിചാരിക്കും ഉച്ച കൊണ്ട് തീർക്കാൻ പറ്റും. അങ്ങനെ ഫുഡ് പോലും മര്യാദയ്ക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല. എന്നാലും ഫുഡല്ലേ, നമ്മൾ ആസ്വദിക്കുമല്ലോ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ റിലാക്സിങ് ടൈമാണ്. അതായത് കണ്ടിന്യൂസ് നമ്മൾ മോർണിംഗ് പഠിത്തമായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുറച്ച് നേരം ഒന്ന് ഫോണൊക്കെ നോക്കി ഇങ്ങനെ ചുമ്മാ വീടൊക്കെ ഒന്ന് കണ്ട് ഒക്കെ ചെയ്തു. എനിക്ക് ഈ കോർണർ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഗായ്സ്. അത് മാത്രം കറക്റ്റ് സമയം ഫുഡ് മാത്രം കറക്റ്റ് സമയത്ത് നടക്കുന്നത്. പഠിത്തമൊന്നും കുറച്ച് നേരത്തേക്കുള്ള കളിച്ചിരിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ വീണ്ടും പഠിക്കാൻ കയറി. ഇനി നമുക്ക് കുറച്ച് സമയമുള്ളതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷൻ ആവുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു 3 മണിയോടെ നമ്മൾ എന്ത് ചെയ്തു, പഠിക്കാനായിട്ടിരുന്നു. കാര്യം ഇനിയും നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ കാര്യത്തിൽ തീരുമാനം ആകും. അതുകൊണ്ട് മാത്രം നമ്മൾ വീണ്ടും പഠിക്കാനായിട്ട് കയറി. കാര്യം ഇനിയും ലേറ്റായ പണി പാളും. ഈ എക്സാമേ എനിക്കിഷ്ടമല്ല, പിന്നെ പഠിച്ചല്ലേ പറ്റൂ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. കേട്ടോ എന്നെ ഉപദ്രവിച്ചാലാ ചേച്ചോണ്ടിരുന്നു, നാളെ കരയാ. ബൈ. നാളെ പരീക്ഷയാ, എന്തുവാ കാണിക്കുന്നു. തന്നടി. പഠിക്കാൻ ഗൈസ്, ബൈ. ഈ എക്സാം ടൈം ആകുമ്പോൾ അമ്മമാർക്ക് പ്രത്യേക ഒരു സ്നേഹമായിരിക്കും. മോനെ ഫുഡ് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫുഡാണ് കഴിച്ചതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. എന്തായാലും ചായ കുടിച്ചിട്ട് ഉള്ളിൻ്റെ ടെൻഷൻ ദൈവം ഇനി കുറച്ച് സമയമുള്ളല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. ഇതാണ് ചന്തുവിൻ്റെ അവസാനത്തെ അടവ്. 8 to 9 1 മണിക്കൂർ, 9 to 10 മണിക്കൂർ, അങ്ങനെ മണിക്കൂറുകൾ എണ്ണി വെച്ചിട്ട് ഈ ടോപ്പിക്ക് ഈ സമയം, മറ്റേ ടോപ്പിക്ക് ഈ സമയം എന്നിങ്ങനെയാണ് ഞാൻ ചെയ്യൽ. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചെയ്യാറ്? ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെ തന്നെയാണെന്ന് ഞാൻ പറയും. കാര്യം സമയമില്ലല്ലോ. അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അടുത്തതെത്തി ഡിന്നർ. നിങ്ങൾക്ക് തോന്നും ഈ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നതാണല്ലോ എന്ന്. അതെ, എനിക്കും തോന്നി അത്രയും ദിവസങ്ങൾ അവിടെ നിന്നപ്പോൾ. എന്തായാലും നമുക്ക് ഇന്നും ചപ്പാത്തി തന്നെയാണ്. നല്ല സൂപ്പറായിട്ട് അമ്മ തെരണ്ടി എന്ന് പറയില്ല, തെരണ്ടി വറുത്താക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫുഡ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് എക്സാമിൻ്റെ ടെൻഷൻ കുറച്ച് കുറവായിരുന്നു. എന്തായാലും നമ്മൾ തെരണ്ടിയും പയറുകറിയൊക്കെ കൂട്ടി നമ്മൾ നല്ല സൂപ്പർ ചൂട് ചപ്പാത്തി കഴിച്ചു. അത് കഴിക്കുമ്പോഴും ഉള്ളിൽ ദൈവമേ രാത്രിയല്ലോ, നാളെ എക്സാം ആണല്ലോ എന്നുള്ള ടെൻഷൻ ആയതുകൊണ്ട് തെരണ്ടിയൊന്നും അത്രമാത്രം എൻജോയ് ചെയ്ത് കഴിക്കാൻ എനിക്ക് പറ്റിയില്ല. എന്തായാലും നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പഠിക്കാനിരുന്നു. ഇപ്പം തന്നെ 12 ഇതിന് മുന്നേ ഞങ്ങൾ കുറച്ച് നേരം പഠിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഫോൺ കുത്തിയിട്ടേക്കുമായിരുന്നു. 6th December. സോ ഇന്നാണ് നമ്മുടെ എക്സാം. നമ്മൾ റെഡിയൊക്കെ ആയിക്കഴിഞ്ഞ് നേരെ കോളേജിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. റെഡി ആകുമ്പോൾ പോലും പഠിച്ചുകൊണ്ടാണ് റെഡി ആവുന്നത്. എന്തായാലും നമ്മുടെ ഔട്ട്ഫിറ്റ് ഇതാണ്. നമുക്ക് കളർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, യൂണിഫോം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. സോ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല ടെൻഷനുണ്ട്, നല്ല പേടിയുണ്ട്. അങ്ങനെ നമ്മൾ കോളേജിലെത്തിയപ്പോൾ എല്ലാവരും കൂട്ടപ്പെടുത്തും. ഇനി ബുക്ക് ഞാൻ തുറക്കാറില്ല, കാര്യം എനിക്ക് ടെൻഷനാവും, പഠിച്ചൊക്കെ മറന്നു. സോ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. കമ്പൈൻ സ്റ്റഡി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ടാറ്റാ.